വാതിലുകൾ കൊട്ടിയടച്ചപ്പോൾ അവർ അറിഞ്ഞിരുന്നില്ല ആർക്കാണ് അവർ ഇടം നിഷേധിച്ചതെന്ന്. ഒരുപക്ഷെ അറിഞ്ഞിരുന്നെങ്കിൽ താമസിക്കാനൊരിടമൊരുക്കാൻ അവർ മത്സരിച്ചേനെ. ഇത് നമുക്കൊരു പാഠമാണ്. മുന്നിൽ വരുന്നത് ആരായാലും അവരെ ദൈവതുല്യം പരിചരിക്കണമെന്ന പാഠം. വലിപ്പ ചെറുപ്പമില്ലാതെ, പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ നോക്കാതെ എല്ലാവരിലും ദൈവമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞാൽ നീയും ഒരു ദൈവസാന്നിധ്യമായി മാറും. നിനക്കും മറ്റുള്ളവരിൽ ദൈവത്തെ കാണാനാകും. ജീവിതത്തിൽ ചിലരുണ്ട്, എപ്പോഴും അവർ നമ്മോടൊപ്പം ഉണ്ടാവും. എന്നാൽ വലിയ ബഹളമോ ആരവമോ ഒന്നും ഉണ്ടാവില്ല. നമ്മുടെ വളർച്ചയിൽ അവർ സന്തോഷിക്കുകയും നമ്മുടെ തകർച്ചയിൽ നമ്മുടെ കൂടെ നിൽക്കുകയും ചെയ്യും. അങ്ങനെയുള്ളവരെ വളരെ പതിയെ മാത്രമേ നമ്മൾ മനസ്സിലാക്കൂ. എല്ലാവരുടെ ജീവിതത്തിലും അങ്ങനെയുള്ളവരുണ്ടാകും. തിരുക്കുടുംബത്തെ വളരെ നിശബ്ദമായി തോളിലേറ്റിയ യൗസേപ്പിനെ പോലെ നമ്മുടെ ജീവിതത്തിലുള്ള നിശബ്ദ സാന്നിധ്യങ്ങളെ തിരിച്ചറിയണം. അവരെ ഒരിക്കലും ജീവിതത്തിൽ നിന്നും നഷ്ടപ്പെടുത്തരുത്. പതിവ് പോലെ ഉറങ്ങാതെ ആടുകൾക്ക് കാവലിരിക്കുകയായിരുന്നു അവർ. അപ്പോഴാണ് രക്ഷകൻ്റെ ജനനവാർത്തയുമായി മാലാഖ എത്തിയത്. അവർ രക്ഷകനെ കാണാനായി അപ്പോൾ തന്നെ പുറപ്പെട്ടു. ഈശോയെ ആദ്യമായി കണ്ടപ്പോൾ അവരുടെ മനസ്സിലുണ്ടായ സന്തോഷം അതൊരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ആ കാലത്ത് ഇടയന്മാർക്ക് സമൂഹത്തിൽ അത്ര വലിയ സ്ഥാനമോ വിലയോ ഉണ്ടായിരുന്നില്ല. എന്നിട്ടും ആദ്യം യേശുവിൻ്റെ ജനനവാർത്ത പ്രഘോഷിക്കപ്പെട്ടത് അവരുടെ അടുക്കലാണ്. മറ്റുള്ളവർ നിന്നെ എങ്ങനെ കാണുന്നു, പരിഗണിക്കുന്നു എന്നതല്ല, ദൈവം നിനക്ക് വില തരുന്നു എന്നതാണ് പ്രധാനം. ദൈവത്തിന് മുമ്പിൽ നീയും വിലയുള്ള വ്യക്തിയാണ്. നിനക്ക് വേണ്ടിയാണ്, നിന്നെ തേടിയാണ് ദൈവം മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നത്.